അപ്പോൾ ഇവിടെ ക്ലാസ് ആദ്യം തന്നെ എല്ലാ സിസ്റ്റം വൈസും എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബേസ് കിട്ടി. അതിനുശേഷം ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് ക്ലാസ് ഒക്കെ പോയി. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ പാസ്സായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. നമ്മൾ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് എത്രത്തോളം നമുക്ക് ഫൈനൽ എക്സാമിന് കിട്ടിയിട്ടുണ്ട്? നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയയിൽ നിന്ന് തന്നെയായിരുന്നു എല്ലാ ക്വസ്റ്റ്യൻസും വന്നത്. അപ്പം അതിൽ ഓപ്ഷൻസ് മാത്രമായിരുന്നു കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടായിരുന്നത്. അത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരുന്നു പലതും വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്ലാസ് കേട്ടവർക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസർ എഴുതാൻ പറ്റുമായിരുന്നു. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അതൊക്കെ ഓൾറെഡി ക്ലാസ്സിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ ഡൗട്ട് ഇല്ലായിരുന്നു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ. ലൈവായിട്ട് തന്നെ ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മുടെ ക്രാഷ് ക്ലാസ് എത്രത്തോളം ബെനിഫിഷ്യൽ ആയിട്ട് തോന്നി? ക്രാഷ് ക്ലാസ് വളരെ നല്ലതായിരുന്നു. കാരണം നമുക്ക് ഇപ്പം മറ്റുള്ള ക്ലാസ് ആകുമ്പോൾ നമുക്ക് ആ സമയത്ത് തന്നെ ഡൗട്ട് ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ കുറവായിരുന്നു തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ അതും നമ്മളെ മെന്റർ വഴി നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ചോയ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഡൗട്ട് പൊതുവെ ഇല്ലായിരുന്നു. കാരണം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ക്ലിയർ ആയിട്ട് അതിന്റെ എല്ലാ ഓപ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടായിരുന്നു ഓരോരോ ക്ലാസ്സും പോയിക്കൊണ്ടിരുന്നത്. പൊതുവെ നമ്മൾ ബാക്കി എക്സാംസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഹയർ ലെവൽ ആയിട്ടുള്ള എക്സാം തന്നെയാണ് അല്ലെ? അപ്പം എത്രത്തോളം കോൺഫിഡന്റോട് കൂടി ആ ഒരു എക്സാം അപ്രോച്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞു നമ്മുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞപ്പോ? ക്ലാസ്സിന് മുന്നേ ഞാനും ഇത് തന്നെയായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരോടും ചോദിക്കുമ്പോൾ അത് കുറച്ച് ഹാർഡ് തന്നെയാണ് എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഞാൻ സാറിന്റെ ക്ലാസ് യൂട്യൂബിൽ കണ്ടപ്പോഴാണ് ക്ലാസ്സിന് ജോയിൻ ചെയ്തത്. അപ്പോൾ തന്നെ എല്ലാ എക്സ്പ്ലെയിനിങ് ഉള്ള രീതികളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടായിരുന്നു ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അപ്പൊ അങ്ങനെ ക്ലാസ് കേട്ടപ്പോഴും എനിക്ക് നല്ല കോൺഫിഡന്റ് വന്നു. 4 മാസത്തെ ക്ലാസ് ആയിരുന്നു ചെയ്തത്. അപ്പോ ഇതൊക്കെ കഴിയുമ്പോഴേക്ക് നമുക്കൊരു കോൺഫിഡൻസ് വന്നു. എനിക്ക് ഒരു ലാസ്റ്റ് ഒരു വീക്കൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ക്ലാസ് ഒക്കെ കേട്ടിട്ട്. പിന്നെ അവിടെ പോയപ്പോഴും ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. എങ്കിൽ പോലും ഈ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വന്നത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അശ്വതയ്ക്ക് ഇനി എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ ലഭിക്കട്ടെ. എത്രയും പെട്ടെന്ന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാനും സെറ്റിൽ ആകാനുള്ള എല്ലാ ഭാഗ്യം ഉണ്ടാകട്ടെ. എനിക്ക് ഓവറോൾ നല്ല ക്ലാസ്സുകളായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ പാസ്സായിട്ടുള്ളത്. പിന്നെ എനിക്ക് അത്ര ബേസ് ഇല്ലാതെ തന്നെ പോയതാ. ഞാൻ പറഞ്ഞല്ലോ സാർ, കുറെ വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെ തിയറി ഒന്നും പഠിക്കാതെ ആയിരുന്നു. അപ്പോ ഈ ഒരു ബേസിൽ മാത്രമായിരുന്നു എനിക്ക് എക്സാമിന് ഒരു കോൺഫിഡൻസ് കിട്ടിയതും ഇപ്പൊ പാസ്സായതും. അതിന് എല്ലാ ടീച്ചേഴ്സിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്.